اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ്ക ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. അല്ലാഹുവിൻ്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലികുല്ലി ആയത്തിൻ, എല്ലാ ആയത്തിനുമുണ്ട് ലഹുറുൻ വബത്തുൻ, ഒരു അകവും ഉണ്ട് ഒരു പുറവുമുണ്ട്. എല്ലാ ആയത്തിനും എന്തുണ്ട്? ഒരു അകമുണ്ട് ഒരു പുറമുണ്ട്. മറ്റൊരു ഇതിൽ കാണാൻ അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നലിൽ ഖുർആനി ലഹ്റൻ വബത്ന, നിശ്ചയം ഖുർആനിക്ക് എന്തുണ്ട്? ഒരു ഉള്ളും പുറമുണ്ട്. വലി ബത്നിഹി ബത്ന, അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഉള്ളുണ്ട്. അന ഇലാ സബഅത്തി അബ്തുൻ, 7 ബാത്തിനുകൾ ഏതിനുണ്ട്? ഓരോ ആയത്തിനും 7 അകമുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം, ഇന്നല്ലാഹ അൻസലൽ ഖുർആന, നിശ്ചയമായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനെ ഇറക്കി അല അശ്റ, 10 ബാത്തിനുകൾ. ഓരോ ആയത്തിനും എന്തുണ്ട്? 10 ബാത്തിനുകളുണ്ട്. ഓരോ ആയത്തിനും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ ഹർഫിനും എന്തുണ്ട്? 10 ബാത്തിനുകളുണ്ട്. ഈ ബാത്തിനൊക്കെ എവിടെയാണ് ഉള്ളത്? ആരെ കയ്യിലാണ് ഇതൊക്കെ ഉള്ളത്? അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളാകുന്ന ആളുകളുടെ ഹൃദയത്തിലാണ് ഇത് ഉള്ളത്. റൂഹുൽ ബയാൻ പോലത്തെ കിതാബുകളിൽ പറയുന്നുണ്ട്, ഈ ലോക പ്രപഞ്ചങ്ങളുടെ മുഴുവൻ രഹസ്യവും അള്ളാഹു ഈ ഭൂമിയിലേക്ക് ഇറക്കിയ 4 ഗ്രന്ഥങ്ങളും 100 ഏടുകളുണ്ട്. ആ 4 ഗ്രന്ഥങ്ങളിലും 100 ഏടുകളിലും ഈ ലോകത്തിൽ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ രഹസ്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്? മറച്ചു വെച്ചിട്ടുണ്ട്. ഈ 100 ഏടുകളുടെ രഹസ്യം മുഴുവൻ ഏതിലുണ്ട്? ഈ 4 ഗ്രന്ഥങ്ങളിലുണ്ട്. ഈ 3 ഗ്രന്ഥങ്ങളുടെ രഹസ്യം മുഴുവൻ പരിശുദ്ധമായ ഖുർആനിലുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഖുർആനിൽ ഈ 100 ഏടുകളുടെയും മറ്റു 3 ഗ്രന്ഥങ്ങളുടെയും രഹസ്യം ഏതിലുണ്ട്? പരിശുദ്ധമായ ഖുർആനിൽ അടങ്ങിയിട്ടുണ്ട്. ആ പരിശുദ്ധമായ ഖുർആനിന്റെ രഹസ്യം മുഴുവനും സൂറത്തുൽ ഫാത്തിഹയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്? രഹസ്യമാക്കി വെച്ചിട്ടുണ്ട്. ആ ഫാത്തിഹന്റെ മുഴുവൻ രഹസ്യങ്ങളും എവിടെ ഉണ്ട്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിലുണ്ട്. ഫാത്തിഹന്റെ മുഴുവൻ രഹസ്യങ്ങളും എന്തുണ്ട്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിലുണ്ട്. ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൻ്റെ രഹസ്യം മുഴുവനും ബിസ്മിയുടെ ബാഇന്റെ പുള്ളിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്? സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ മഹാരഥന്മാർ പറഞ്ഞ ചില കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഞാൻ പറയാണ്. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ബിസ്മിയിലെ ബാഇന്റെ പുള്ളിക്ക് ഞാൻ വിശദീകരണം എഴുതുകയാണെങ്കിൽ അല്ലേ, 70 ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ മാത്രം ഗ്രന്ഥശേഖരമുണ്ടായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുന അലി റളിയല്ലാഹു അല്ലേ. അള്ളാഹുവിൻ്റെ പ്രവാചകർ ഉമ്മിയാണ്. ആ ഉമ്മിയായ പ്രവാചകൻ, ആ ഉമ്മി എന്ന് പറയുന്ന പദത്തിന് 1000 ഗ്രന്ഥങ്ങൾ ഞാൻ എഴുതുകയാണെങ്കിൽ, ആരാ പറഞ്ഞത്? ബഹുമാനപ്പെട്ട സയ്യിദി ജലാലുദ്ദീൻ റൂമി റളിയല്ലാഹു അൻഹു. ആ ഉമ്മി എന്ന് പറയുന്ന ഒരൊറ്റ വാക്കിന് 1000 ഗ്രന്ഥങ്ങൾ ഞാൻ എഴുതുകയാണെങ്കിൽ ആ ഗ്രന്ഥങ്ങളൊക്കെ എന്ത് ചെയ്യും? എഴുതി തീർന്നു പോകുമായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട സയ്യിദി ജലാലുദ്ദീൻ റൂമി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അതേപോലെ തന്നെ ബിസ്മിയിലെ ബാഇന്റെ പുള്ളി, എന്താണ് ഈ ബാ എന്ന് പറയുന്നത്? മഹാരഥന്മാര് പറയുന്നു, ബിസ്മില്ലാഹിയിലെ ബാ എന്ന് പറഞ്ഞാല് ബിഖാന മാഖാന ബിയഖൂന മായഖൂന,
ഉണ്ടായതെന്തോ അത് മുഴുവൻ ഞാൻ മുഖേന ഉണ്ടായിരിക്കുന്നു. അതാണ് ബിഖാന മഖാന. ഉണ്ടായതെന്തോ അത് മുഴുവൻ ഞാൻ മുഖേന ഉണ്ടായിരിക്കുന്നു. ബിയകൂനുമായക്കൂനു, ഇനി ഉണ്ടാവുന്നത് ഏതെല്ലാമുണ്ടോ അതൊക്കെ ഞാൻ മുഖേന ഉണ്ടാവുകയും ചെയ്യും. അതാണ് ബാ എന്ന് പറയുന്ന ആ ഒരൊറ്റ ഹറഫിലെ രഹസ്യമെന്ന് മഹാരഥന്മാരാകുന്ന ആളുകൾ പറയുന്നുണ്ട്. നമുക്ക് ജനങ്ങളോട് പറയാൻ പറ്റുന്ന വിഷയങ്ങൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, പറയുന്നുള്ളൂ. ആ ബാ കഴിഞ്ഞൊരു സീൻ ഉണ്ടല്ലോ, സീൻ എന്ന് പറഞ്ഞാൽ സിറിന്റെ സമുദ്രമാണ്, രഹസ്യത്തിൻ്റെ ഒരു സമുദ്രത്തിൻ്റെ ഒരു കരീനത്താണ് സത്യത്തിൽ ഏത് സീൻ എന്ന് പറയുന്നത്. അവ ബിസ്മിയിലെ മീമോ അത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന മീമിലൂടെ മാത്രമേ അള്ളാഹുവിലേക്ക് ഒരു മനുഷ്യൻ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, എത്താൻ കഴിയുള്ളൂ. അതാണ് ബിസ്മി. അർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ സാധാരണ അർത്ഥം വെക്കലുണ്ട്. അർ റഹ്മാൻ ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നവനായ. അർ റഹീം ഈ ലോകത്ത് വഴിപ്പെട്ടവർക്ക് നാളെ ആഖിറത്തിൽ ഗുണം ചെയ്യും എന്ന് പറഞ്ഞാൽ റഹ്മാനിലും റഹീമിലും ഈ ലോകവും പരലോകവും എന്ത് ചെയ്തിട്ടുണ്ട്, അല്ലാഹു തആല അടക്കി വെച്ചിട്ടുണ്ട്. അതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു തആല ധാരാളം ജീവിതത്തിൽ ചെയ്യാനും ചെല്ലാനുമുള്ള തൗഫീക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാവട്ടെ. ഇനി എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ബിസ്മിയുടെയും ബാഇന്റെയും സീനിന്റെയും ഇടയിൽ ഒരു അലിഫുണ്ട്. ശരിക്ക് ബി ഇസ്മി എന്നായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഇഖ്തിസാറിന് വേണ്ടി, ചെല്ലാനുള്ള സുഖത്തിന് വേണ്ടി ബിസ്മി എന്ന് നമ്മൾ എന്ത് ചെയ്തതാണ്, ആക്കിയതാണ്. അവിടെ ഒരു അലിഫ് പോയിരിക്കുന്നു എന്ന് അറിയാൻ വേണ്ടിയാണ് ആ ബാഇന്റെ ഒരു വട്ടക്കണ്ണി കുറച്ച് എന്ത് ചെയ്തത്, വിശാലമാക്കിയത്. ഈ അലിഫ് എന്ന് പറയുന്നത് സമസ്ത ലോകത്തിൻ്റെയും മുമ്പ് അഹദാകുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉണ്ട് എന്നതിനെ അറിയിക്കുന്ന ചിഹ്നമാണ് ആ അലിഫിന്റെ ചിഹ്നം. ഒരു അഭിപ്രായ പ്രകാരം ബിസ്മിയിലെ മീം എന്ന് പറയുന്നത് അതൊരു മനുഷ്യന്റെ രൂപമുണ്ട് അല്ലേ. മീം എഴുതുമ്പോൾ ഒരു മനുഷ്യന്റെ രൂപമുണ്ടല്ലോ മീമിനിക്ക്. മനുഷ്യന്റെ രഹസ്യം അത് അള്ളാഹുവിന്റെ രഹസ്യമാണ്. ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, സിദ്ദി എൻ്റെ രഹസ്യം അത് സിറുൽ ഇൻസാൻ, അത് മനുഷ്യന്റെ രഹസ്യമാണ്. വസിറുൽ ഇൻസാനി, മനുഷ്യന്റെ രഹസ്യം അതോ അത് എൻ്റെ രഹസ്യവുമാണ്. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു, ആരെങ്കിലും സ്വന്തത്തിനെ അറിഞ്ഞാൽ അവൻ അല്ലാഹുവിനെ അറിഞ്ഞു. അപ്പൊ മനുഷ്യന്റെ രഹസ്യത്തിലൂടെ സീനാകുന്ന സിറിലൂടെ ബാ ആകുന്ന ബാഇന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നതായ അലിഫിലേക്ക് ഒരു മനുഷ്യൻ പ്രയാണം നടത്തുക. അതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ബാഇന്റെ പുള്ളി എന്ന് പറയുന്നത് എന്താ, പുള്ളിക്കുള്ള പ്രത്യേകത? ഈ ലോകത്ത് നമ്മളൊക്കെ പറയാം ആറ്റം എന്ന് പറയുന്നത് പുള്ളിയാണ്. ഹൈഡ്രജൻ അത് പുള്ളിയാണ്. അതുപോലെ തന്നെ ഇലക്ട്രോണ്, അതുപോലെ തന്നെ പ്രോട്ടോണ്, ന്യൂട്രോണ്, അതുപോലെ തന്നെ വിത്തുകള്, ധാന്യങ്ങള്, അതൊക്കെ പുള്ളിയുടെ രൂപത്തിലാണ് അല്ലേ. അതൊക്കെ പുള്ളിയുടെ രൂപത്തിലാണ്. ഈ ലോകത്തുള്ള മണൽത്തരികൾ അത് പുള്ളിയാണ്. പ്രകാശധൂളികൾ പുള്ളിയാണ്. അതൊക്കെ പുള്ളിയാണ്. ലോകം മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പുള്ളികൾ കൊണ്ട് നിറച്ചിക്കാണ്. അതിൽ നിന്നാണ് പിന്നീട് എന്ത് ചെയ്തത്, പിന്നൊക്കെ ഓരോ സാധനങ്ങളാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല വികസിപ്പിച്ചെടുത്തത്. അല്ലാഹു തആല അതറിയാനുള്ള സൗഭാഗ്യം നമുക്ക് നൽകട്ടെ. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളരികിൽ ഒരിക്കൽ സയ്യിദുനാ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, ആ സമയത്ത് അല്ലാഹുവിൻ്റെ റസൂല് ജിബ്രീലിനോട് പറഞ്ഞു, ജിബ്രീലെ നിനക്ക് പ്രായം എത്രയായി? ആ സമയത്ത് അള്ളാഹുവിൻ്റെ പ്രവാചകരോട് ജിബ്രീൽ പറഞ്ഞു, നബിയെ എൻ്റെ പ്രായം 70,000 വർഷത്തിലൊരിക്കൽ ആകാശലോകത്ത് ഒരു നക്ഷത്രം ഉദിക്കാറുണ്ട്. ഒരു പുള്ളി, നക്ഷത്ര പുള്ളി പോലെ ഒരു നക്ഷത്രം ഉദിക്കാറുണ്ട്. ആ നക്ഷത്രത്തെ ഞാൻ 70,000 തവണ ഞാൻ കണ്ടിട്ടുണ്ട് നബിയെ എന്ന് സയ്യിദുനാ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം
അത് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ജിബ്രീൽ, ആ പുള്ളി അത് ഞാനായിരുന്നു. ആ പുള്ളിയാണ് ബിസ്മിൽ അബ്ബാഇന്റെ പുള്ളി. ആ പുള്ളിയിലൂടെ ജഗന്നിയന്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഒരാൾക്ക് പ്രവേശന അനുമതിയുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദുർ റസൂലുള്ളയാകുന്ന ആ ഹബീബിലൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയിലേക്ക് ഒരാൾക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? എത്താൻ കഴിയുള്ളൂ. അതിൻ്റെ ആകത്തുകയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പരിശുദ്ധമായ ഖുർആൻ ധാരാളം ഓതാനും അതിൻ്റെ രഹസ്യങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങാനുമുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.